ദിയ കൃഷ്ണയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ചിത്രം പങ്കുവച്ച് താരപുത്രി. അഹാനയ്ക്ക് മുമ്പേ അനിയത്തിക്ക് കല്യാണം. ആരാണ് വരൻ? പ്രപ്പോസ് ചെയ്തു ഞാൻ യെസ് പറഞ്ഞു എന്ന് വെളിപ്പെടുത്തി ദിയ കൃഷ്ണ. കൈവിരലിൽ അണിയിച്ച മോതിരം കാണിച്ചുകൊണ്ടാണ് ദിയ വാർത്ത പുറത്തുവിട്ടത്. വരൻ ആരാണ് എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ദിയ കൃഷ്ണയുടെ ആരാധകർ. നടൻ കൃഷ്ണകുമാറും ഭാര്യയും 4 മക്കളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ്. എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളെല്ലാം അവരുടെ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പങ്കുവയ്ക്കുന്നതിലും ആർക്കും വിരോധമില്ല. അഹാനയും ഇഷാനിയും അഭിനയത്തിൽ തുടക്കം കുറിച്ചെങ്കിലും രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ റിലീസ് വീഡിയോകളിലൂടെയാണ് ശ്രദ്ധ പിടിച്ചു പറ്റിയത്. വളരെ പ്രൊഫഷണലായി റീൽസ് വീഡിയോ ചെയ്യുന്ന താരപുത്രിയുടെ പല വീഡിയോകളും നേരത്തെ വൈറലാണ്. എന്നാൽ ഇപ്പോൾ വൈറലാവുന്നത് ദിയയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ വിശേഷമാണ്. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മകൾ. ഭാവി വരൻ ആ കൈ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ യെസ് പറഞ്ഞു എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എന്ന സൂചന നൽകുന്ന ഇമോജികളും പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ വരൻ ആരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ റീൽസ് വീഡിയോകളിൽ ദിയയ്ക്കൊപ്പം സ്ഥിരമെത്തുന്ന അശ്വിനാണോ വരൻ എന്നാണ് പലരുടെയും ചോദ്യം. എന്നാൽ അതിനോടൊന്നും ദിയ പ്രതികരിച്ചിട്ടില്ല. അശ്വിൻ്റെയും ദിയയുടെയും റീൽസ് വീഡിയോകൾ വൈറലായതു മുതൽ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ വന്നിരുന്നു. ആ വാർത്ത നിഷേധിച്ചിരുന്നില്ല. എന്നാൽ മാത്രമല്ല കൂടുതൽ ഫോട്ടോകളും വീഡിയോകളും വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ അതോടെ പ്രപ്പോസൽ മാത്രമാണോ കഴിഞ്ഞത് എന്നൊക്കെ ചിലരുടെ സംശയം. ചേച്ചി അഹാന നിൽക്കുമ്പോൾ ദിയ വിവാഹിതയാവണോ എന്ന് ചോദിച്ച് എത്തുന്നവരും കുറവല്ല. അതല്ല എങ്കിൽ ഇതും റീൽസിന് വേണ്ടി ചെയ്യുന്ന ഫോട്ടോഷൂട്ടാണോ എന്ന സംശയവും ചിലർക്ക് ഇല്ലാതില്ല. എന്താണ് വീട്ടിൽ പറയാതിരുന്നത് എന്ന് അമ്മ ചോദിച്ചു. എനിക്ക് 26 വയസ്സായി. ഞാൻ കുഞ്ഞുവാവയല്ല, ദിയ കൃഷ്ണ അമ്മയോട് പറഞ്ഞു. ഞാൻ എൻ്റെ കസിനോട് ചോദിച്ചിട്ടുണ്ട് അശ്വിനെക്കുറിച്ച് എന്താ അഭിപ്രായമെന്ന്. അവൻ പറഞ്ഞ മറുപടി അവൻ ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ അവൻ ഉറപ്പായും അശ്വിനെ പ്രണയിച്ചന എന്നായിരുന്നു. ഒരു ചെറുക്കൻ അങ്ങനെ പറയുന്നു എങ്കിൽ നല്ല പയ്യനാണല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. എൻ്റെ അങ്കിളും ആൻറ്റിയുമൊക്കെ പറഞ്ഞത് ഭയങ്കര ഇന്നസെൻ്റാണ് പയ്യൻ ആയിരുന്നു. കുടുംബത്തെ മുഴുവൻ വിളിച്ചു കൊണ്ടുവന്നിട്ടല്ല അശ്വിൻ്റെ വീട്ടിൽ. എല്ലാവർക്കും എല്ലാം അറിയാം. എൻ്റെ വീട്ടിൽ ഞാനിത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ തൻ്റെ പ്രണയം വെളിപ്പെടുത്തിയത് മുതൽ സോഷ്യൽ മീഡിയ വഴി ആരാധകർ ചോദിക്കുന്ന ചോദ്യമാണ് ദിയയുടെ പ്രണയം വീട്ടിൽ അറിഞ്ഞോ, വീട്ടുകാർക്ക് സമ്മതമാണോ എന്നത്. ഇപ്പോഴിതാ പുതിയ അഭിമുഖത്തിൽ ദിയയും അശ്വിനും തുറന്നു പറയുകയാണ്. പൊതുവെ ഒരാൾ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയുന്നത് കുടുംബത്തെ മുഴുവൻ വിളിച്ചു കൊണ്ടുവന്നിട്ടല്ല. ഒരാൺകുട്ടി പെൺകുട്ടിയെ സ്നേഹിക്കുകയും പെൺകുട്ടി തിരിച്ചു സ്നേഹിക്കുകയും ചെയ്താൽ അതത്രേ ഉള്ളൂ. വിൽ യു മാരി മീ എന്ന് ചോദിച്ചാൽ യെസ് പറയുക, അത്രേ ഉള്ളൂ. പിന്നെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നത് ഒരു ടാസ്ക് ആണ്. അശ്വിൻ്റെ വീട്ടിൽ എല്ലാവർക്കും എല്ലാം അറിയാം. എൻ്റെ വീട്ടിൽ ഞാനിത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വീട്ടിൽ നിന്ന് നെഗറ്റീവായി ഒരു തീരുമാനവും വന്നിട്ടില്ല. എൻ്റെ പേര് വിചാരിക്കുന്നത് ഞങ്ങൾ 2 പേരും ചെറിയ കുട്ടികളാണ് എന്നാണ്. ഞാൻ പക്ഷേ ചിന്തിക്കുന്നത് പ്രായത്തിൻ്റെ കാര്യത്തിലല്ല. നമ്മൾ 18 വയസ്സ് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നോക്കാൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് തന്നെയാണ്. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ കല്യാണം ചിന്തിക്കാമെന്ന് തന്നെയാണ്. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ കല്യാണം കഴിക്കുന്നതിൽ അല്ല. എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാനും വളർത്താനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ എനിക്ക് ഇഷ്ടമാണ്. മറ്റൊരാളെയും ദ്രോഹിക്കാത്ത ഒരു സിമ്പിളായ ജീവിതം വേണമെന്നാണ് എനിക്കാഗ്രഹം. ഞാൻ സിനിമയിൽ നല്ല